ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വണ്ടറിങ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോസിന് എന്താ പറയുക, കുറേ നാളത്തേക്ക് ശേഷം ഇട്ടെങ്കിലും നല്ല റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ഇത്ര കാലം വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചു. അതിനുള്ള ക്യാൻസർ നമ്മൾ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വ്ളോഗൊന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമുക്ക് നല്ല സ്പെഷ്യൽ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഉമ്മ ഉച്ചയ്ക്ക് ചിക്കൻ കറിയും പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറ് കേട്ടോ. ഉമ്മൻ്റെ നെയ്ച്ചോറിന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല അടിപൊളി കിടിലൻ സ്മെല്ലാണ്. റൂം മൊത്തം എന്നാൽ അതിൻ്റെ സ്മെല്ലായിരിക്കും. പിന്നെ ഇതാ റൂമിൽ പോയപ്പോൾ എൻ്റെ മക്കൾ നല്ല പണി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആദമിൻ്റെ ഡ്രോയത്ത് ആദമിൻ്റെ ഡ്രസ്സുകളും യൂണിഫോമുകളും സോക്സുകളും ഒക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചെടുത്ത് വെക്കലായിരുന്നു ഇന്ന് എൻ്റെ പണി. പിന്നെ ഇതാ ഉപ്പ് കൊടുന്നൊരു ഫ്ലവറാണ് കേട്ടോ. ഭയങ്കര രസമുള്ള സ്മെല്ലാണ് കേട്ടോ ഈ ഫ്ലവറിന്. ഇതിൻ്റെ പേരെന്തോന്നും എനിക്കറിയില്ല, പക്ഷേ ഹാളിൽ ഇതിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ മൊത്തം. പിന്നെ അത് നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഞാൻ ഈ പറയുന്നത്, എന്താ ഞാൻ കാണിക്കുന്നതെന്ന്. പിന്നെ ഹാളിപ്പോൾ എല്ലാവരും വിചാരിക്കണ്ട ഈ ചെയർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അത് അദീം ഈ ഓഫീസ് ടേബിളിലൊക്കെ കയറി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ പുറത്തുനിന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ, നല്ല കോസി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഇന്ന് സോഫൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചു അങ്ങനെ അതാക്കി. അപ്പോൾ പില്ലൊക്കെ അങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട് ഹാളിൽ, വരുന്ന വ്ളോഗിൽ കാണിക്കേ. പിന്നെ അതാ ഞാൻ വസയ്ക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കാൻ കേട്ടോ. അവന് ബാഗിലാക്കിയിട്ട് കൊടുത്തയക്കലാണ്. ഉപ്പ ഫുഡ് കഴിക്കാൻ വരും, പോണ സമയത്ത് കൊടുത്തയക്കും. അപ്പോൾ ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫുഡുകളൊക്കെ വസി അവിടെ എത്തിയതിന് ശേഷം കാണിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ വസി അതൊക്കെ വസി കാണിക്കും. അപ്പോൾ അതാ എല്ലാം പ്രിപ്പയർ ചെയ്തു. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയാൽ മതി. ഇവിടെ ഫുഡ് അൺബോക്സിംഗ് ആണ്, പക്ഷെ സമയം ഇന്ന് നല്ല ലേറ്റ് ആയിട്ടാ. ഓ പോപ്കോണ്, സ്നാക്ക്, പിന്നെ ഫ്രൂട്ട്സ് കാര്യമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യമായിട്ടുണ്ട്. ഇത് ചോറാണ്. ഓ ചിക്കനും ചോറുമാണ്. പിന്നെ ഇവിടെ ഒരു തിന്നാനായിട്ട് ഓഫീസിൽ വരുന്ന മാരിയാട്ടെന്ന് ചിക്കനും ഓറഞ്ചും. വാവ്, അടിപൊളി. എല്ലാവരും കേട്ടോ, എല്ലാവരും ലഞ്ച് ബ്രേക്കിന് വയ്ക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഓരൊക്കെ റൂം നേരെ ഇവിടെ തന്നെയാണ്. യെസ്. അങ്ങനെ വൈകിട്ട് ചായക്ക് നമുക്ക് അക്കിമാമ ബഹ്റൈനിൽ നിന്ന് വരുമ്പോൾ നല്ല പ്ലം കേക്ക് കൊടുന്നിരുന്നു കേട്ടോ. എൻ്റെ ഇക്കൊല്ലത്തെ 2ാമത്തെ പ്ലം കേക്കാണ് കേട്ടോ ഇത്. ഞാൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ കിട്ടി. പിന്നെ ഇതാ ഈ പ്ലം കേക്ക് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ് കേട്ടോ. അക്കിമാമ ബഹ്റൈനിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ്. അപ്പം ഇതായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ചായക്കടി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതൊരു വൈകിട്ടത്തെ പലഹാരമാണ് കേട്ടോ. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഒരു 9 മാസം തൊട്ടുള്ള കുട്ടികൾക്ക് തൊട്ടിട്ട് വലിയവർക്ക് വരെ കഴിക്കാം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാന് വെക്കുക, അതിലോട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഒഴിക്കുക ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ അതിലോട്ട് കട്ട് ചെയ്തിട്ടുള്ളത് പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റാണ്. എൻ്റെ നേന്ത്രപ്പഴം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തത്. ഇടയ്ക്ക് ഞാൻ ഇത് വെച്ചിട്ടും ചെയ്യാറുണ്ട്, നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നട്ട്സ് പൗഡറോ അല്ലെങ്കിൽ നട്ട്സ് ക്രഷ് ചെയ്തിട്ടോ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് നട്ട്സ് ഒന്ന് പൊട്ടിച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ആ സെയിം പാനിലോട്ട് കുറച്ചും കൂടി നെയ്യോ ബട്ടറോ ഒഴിക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഇതിലോട്ട് മെയിനായിട്ടാണ് പഴവും മുട്ടയും, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചില കുട്ടികൾക്ക് ഉണ്ടാവും മുട്ട നല്ലോണം ഇങ്ങനെയൊക്കെ എടുക്കുന്ന കാണുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഞാൻ ചെയ്യുക നല്ലോണം ഇങ്ങനെ നല്ല രീതിയിൽ ചിക്കും കേട്ടോ. നല്ല ചെറുതാക്കിയിട്ട് എടുക്കലാണ് ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ചിക്ക് ചെയ്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ സംഭവം. നമ്മളുടെ പഴത്തിൻ്റെ മുകളിലോട്ട് ചിക്കി വെച്ച മുട്ട ഇട്ട് കൊടുക്കുക. നമുക്ക് മധുരത്തിനായിട്ട് വേണമെങ്കിൽ തേനോ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാം, ഈ പഴം വെച്ചിട്ട് റോബസ്റ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ ഒരു സംഭവം എന്താ പറയുക വെച്ച് കഴിഞ്ഞാലുള്ളത്, കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഡെയിലി ഒരേപോലെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. സെയിം റെസിപ്പീസ് ഫോളോ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഡോക്ടർമാർ പറയുന്നുണ്ട് കേട്ടോ, അവർ കഴിക്കില്ല, അവർക്ക് പെട്ടെന്ന് മടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ആൻഡ് അസ്സലാമു അലൈക്കും.